പിന്നെ വളരെ സാധാരണമായി കാണുന്ന മറ്റൊരു പ്രശ്നമാണ് താരൻ. താരൻ മുടികൊഴിച്ചിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പലപ്പോഴും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. കാരണം ഡാർക്ക് ഡ്രസ്സസ് ഇടുമ്പോൾ താരൻ്റെ പൊടി വീഴുന്നത് അഭംഗി ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ ചിലർക്ക് ചൊറിച്ചിലുണ്ടാകും. അങ്ങനെ പലവിധ പ്രശ്നങ്ങളുണ്ട്. താരൻ എന്ന് പറയുന്നത് ഏറ്റവും മനസ്സിലാക്കേണ്ട സംഗതി, താരൻ ഓരോരുത്തരുടെയും സ്കിന്നിൻ്റെ പ്രകൃതിയാണ്. ആർക്കും താരനെ ചികിത്സിച്ച് പൂർണ്ണമായി ഇനി വരില്ല എന്ന് പറഞ്ഞ് മാറ്റുവാൻ സാധിക്കില്ല. അത് ഓയിലി സ്കിന്നുള്ളവരുടെ സ്കിന്നിൻ്റെ ഒരു പ്രകൃതിയാണ് താരൻ വരിക എന്നുള്ളത്. താരൻ പലപ്പോഴും തലയിൽ മാത്രമല്ല, അത് കൺപൊരുക്കത്തിലും കൺപീലിയിലും ചെവിയുടെ പുറകിലും നെഞ്ചത്തും ഒക്കെ താരൻ മൂലമുള്ള പ്രശ്നം കാണാറുണ്ട്. അപ്പോൾ താരൻ പലപ്പോഴും കൂടുക, നമുക്കിപ്പോൾ ഉറക്കം ശരിയായില്ലെങ്കിൽ നമ്മുടെ താരൻ കൂടുക, നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ താരൻ കൂടുക, നമുക്കൊരു അസുഖം വരുവാണെങ്കിൽ താരൻ കൂടുക, അങ്ങനെ പലവിധ കാരണങ്ങളാൽ താരൻ കൂടാറുണ്ട്. അപ്പോൾ താരൻ, അതേപോലെ തന്നെ താരനുള്ള പലരുടെയും ഒരു ധാരണയാണ് എണ്ണ ധാരാളമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ താരൻ കുറയും എന്നുള്ളത്. അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. കാരണം താരൻ ഉണ്ടാക്കുന്ന ഒരു ഫംഗസ് ഉണ്ട്. ആ ഫംഗസ് ഓയിലി മീഡിയത്തിൽ നന്നായി വളരും. അപ്പം നമ്മൾ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ആ താരൻ ഉണ്ടാക്കുന്ന ഫംഗസ് ആ ഓയിലി മീഡിയത്തിൽ കൂടുതൽ വളർന്ന് താരൻ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് താരന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ തരുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം എണ്ണ ഉപയോഗിക്കുന്നത് കുറവായി ഉപയോഗിക്കാവുള്ളൂ. അതേപോലെ തന്നെ താരൻ്റെ മരുന്ന്, ചില മരുന്നുകൾ നമുക്ക് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അതായത് അത് എല്ലാ ദിവസവും ഉപയോഗിക്കണമെന്നല്ല, നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങനെ ഉപയോഗിച്ച് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും.